പാട്ട് ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. ഏതാണ്ട് നമ്മളിപ്പോൾ 10 എടുത്താൽ 10 8 പേരും പാട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലപ്പോൾ 9 എന്ന് പറയുന്നത് അതിശയോക്തി, അല്ലെങ്കിൽ 9 പേരും പാട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാര്യം പാട്ടെന്ന് പറയുന്നത് വളരെ മൈൻഡിന് നമുക്ക് ഹാപ്പിനെസ്സും മൈൻഡിന് കാംനെസ്സും ഒക്കെ തരുന്നൊരു കാര്യമായിട്ട് ആണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്നില്ല, അതാണ് അതിൻ്റെ അനുഭവമായിട്ടുള്ള കാര്യം. സംഗീതജ്ഞനാവണം നിർബന്ധമൊന്നുമില്ല. ഒരു പാട്ട് കേൾക്കുന്നവന് സംഗീതജ്ഞനാവണം, പാട്ട് ആസ്വദിക്കാൻ സംഗീതജ്ഞനാവണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ എല്ലാവരും പാട്ട് കേൾക്കുന്നവരാണ്. പക്ഷെ പാട്ട് കേൾക്കുന്ന നിങ്ങളുടെ ശീലത്തിനെ വാസ്തുപരമായിട്ട് നിങ്ങൾക്കൊരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവുമല്ലോ. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. പാട്ട് കേൾക്കുന്ന ശീലത്തിനെ വാസ്തുവിലൂടെ നിങ്ങൾക്കെങ്ങനെ ഉപകാരപ്രദമാക്കി മാറ്റാം, അതാണ് ഇതിനകത്തുള്ള വിഷയം. നോർത്ത് ഡയറക്ഷൻ, ഞാൻ എപ്പോഴും നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിക്കും. എപ്പോഴും നിങ്ങളെപ്പോഴും നോർത്ത് ഈസ്റ്റ്, അതാണ് വാസ്തുവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ഡയറക്ഷനിൽ നമ്മൾ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്, നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങളുടെ വീട്ടിൽ പാട്ടുണ്ടാക്കുന്നത്, പാട്ട് കേൾക്കാനുള്ള ഗാഡ്ജറ്റ്, നിങ്ങൾ പാട്ട് കേൾക്കുന്ന സ്ഥിരമായി കേൾക്കുന്ന ഇപ്പോഴത്തെ മോഡേൺ സംവിധാനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആവാം, ഇനി അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ സെറ്റ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക്കൽ സിസ്റ്റം ആയിരിക്കാം, വളരെ ഗംഭീരമായിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും, എന്താ ആയിക്കോട്ടെ. നിങ്ങളത് നോർത്ത് ഡയറക്ഷനിൽ വയ്ക്കുക. ശ്രദ്ധിക്കുക, നോർത്ത് ഡയറക്ഷനിൽ വയ്ക്കുമ്പോൾ ഈ വലിയ സിസ്റ്റമൊക്കെ വയ്ക്കാൻ ഞാൻ പറയുന്നു, നിങ്ങൾ അവിടെ വെയിറ്റ് നോർത്തിൽ ഒരുപാട് കയറ്റരുത് എന്നുള്ളൊരു സത്യം കൂടെ മനസ്സിലാക്കി വേണം കേട്ടോ. നോർത്ത് ഭാഗത്ത് ഒരുപാട് വെയിറ്റ് കൊണ്ട് കയറ്റരുത്, നോർത്ത് ഈസ്റ്റിൽ ഒരിക്കലും വെയിറ്റ് കയറ്റരുത്. അപ്പം നോർത്ത് ഭാഗത്ത് കഴിയുന്നതും വെയിറ്റ് കുറഞ്ഞ ടൈപ്പ് ഓഫ് അത് ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ സോഴ്സ് നമ്മളവിടെ ആ മ്യൂസിക്കൽ സോഴ്സ് അവിടെ കൊണ്ട് വയ്ക്കുക എന്നുള്ളത്. അതിന് കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, സംഗീതം എന്ന് പറയുന്നത് റിതം, താളവും, പിന്നെ അതുപോലെ തന്നെ ഫ്ലോ, ഈ 2 കാര്യങ്ങളുമാണ് സംഗീതം എന്ന് പറയുന്നത്. ആ ഒഴുക്ക്, ഈ നിങ്ങളുടെ പോസിറ്റിവിറ്റി കൃത്യമായി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ, നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ, പോസിറ്റിവിറ്റി നിങ്ങൾ വളരെ താളാത്മകമായിട്ട് വരാൻ, റിതമിക്കായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വെറുതെ പെട്ടെന്ന് കുറച്ച് പോസിറ്റിവിറ്റി വന്നിട്ട് പിന്നെ കുറേ നെഗറ്റിവിറ്റി കഴിഞ്ഞ് പിന്നെ പോസിറ്റിവിറ്റി, അങ്ങനെയല്ലല്ലോ. ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെൽസിൽ കൃത്യമായി നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വന്നാൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ. അല്ലാതെ ഒരു ചെറുതായിട്ടൊരു പോസിറ്റീവ് വന്നതിന് ശേഷം കുറേ നാൾ നെഗറ്റീവ് ആവുക, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒന്ന് പോസിറ്റീവ്, അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു താളാത്മകമായിട്ടുള്ള സമീപനം അവിടെ ഉണ്ടാവണം. അപ്പം സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമായതുകൊണ്ട് തന്നെ നമ്മൾ സംഗീതം ഉണ്ടാകുന്ന കാര്യങ്ങൾ നോർത്തിൽ വയ്ക്കുക. നോർത്ത് ഏരിയയിൽ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലൊരു ഹോം തിയേറ്റർ ആവാം, വേണമെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂസിക് സിസ്റ്റം പ്ലെയർ അവിടെ ആവാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആവാം. ഇനി വേറൊരു കാര്യമുണ്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിന് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നോർത്ത് വാളിൽ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് നോക്കൂ. അതായത് ഒരു വീണയോ, അല്ലെങ്കിൽ വീണ ഇത്തിരി ഹെവിയാണ്, കുറച്ച് മാറ്റി അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും. പിന്നെ ഗിത്താറോ വയലിനോ അല്ലെങ്കിൽ മൃദംഗമോ ഒക്കെയാണ് വെയിറ്റുള്ള ഐറ്റങ്ങളുണ്ട്. പക്ഷേ കഴിയുന്നതും ഒരുപാട് കാര്യങ്ങൾ അടുക്കി വെക്കേണ്ട. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോർത്ത് വാളിനോട് ചേർന്ന് ഇപ്പം നോർത്ത് കൃത്യമായി എങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം. അതായത് നിങ്ങളൊരു സ്ട്രെച്ച് ഓഫ് നോർത്ത് വാളിൽ 3ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് നോർത്ത് ഈസ്റ്റ്, ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ നോർത്ത് വെസ്റ്റ്, സെൻട്രലിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞ നോർത്ത് വരുന്നത്. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ സെൻട്രൽ ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ നോർത്ത് ഭാഗത്ത് തന്നെ ഇത് വയ്ക്കണം. ഇതൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഇത് നിർദ്ദേശിച്ചപ്പോൾ അത് പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. വളരെ ഹാപ്പിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പാട്ട് ഭയങ്കരമായി സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകാരനാണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ഒരു കുറച്ച് അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വയലിൻ ഉണ്ടായിരുന്നു. ആ വയലിനടുത്ത് പുള്ളി ആ വാളിൽ കൊണ്ട് വച്ചു. അതൊരു പ്രത്യേക രീതിയിലൊരു ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് പുള്ളി അങ്ങ് വച്ചു. അപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഫ്ലോയാണ് പിന്നെ സംഭവിക്കുന്നത്. അതായത് വെൽത്ത് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസിലൂടെയാണ് വരുന്നത്. വെൽത്ത് ജസ്റ്റ് ഒരാൾ കുറേ വന്ന് പെട്ടെന്ന് ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ കുറേ പൈസകൾ കൊണ്ട് തരിക, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ കുറച്ച് പൈസയായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന്
അതാ പിടിച്ചോ, നിങ്ങൾക്ക് ഒരു കോടി രൂപ അതാ എടുത്തോ. അങ്ങനെയല്ല. വെൽത്ത് വരുന്നത് എങ്ങനെയാണ്? ഓപ്പർച്യൂണിറ്റീസിലൂടെ. ഈ ഓപ്പർച്യൂണിറ്റീസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വെൽത്ത് ആവുള്ളൂ. അതിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു ക്ലിയർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരുന്ന അവസരങ്ങളെ കൃത്യതയോടുകൂടി ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും സജ്ജമായിരിക്കണം. ഈ സജ്ജമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ വാസ്തുവിലൂടെ സൃഷ്ടിക്കുന്നത്. ഒരു വ്യക്തിയെ ടോട്ടലി അയാളുടെ ലൈഫിന് എല്ലാ ഭാഗത്തും അയാളെ ബാലൻസ് ചെയ്തുകൊണ്ട് അയാൾക്കൊരു പവർ കൊടുത്തിട്ട് അയാൾ ഈ നമ്മുടെ പ്രപഞ്ചം നമുക്ക് തരുന്ന ശക്തി, നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ സജ്ജമാക്കുക എന്നുള്ളതാണ് വാസ്തുവിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് ലക്ഷ്യം. വാസ്തു ഒരു കൗൺസിലിംഗ് ടൂൾ കൂടെയാണ് പലപ്പോഴും. ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു അലേർട്ട്നെസ്സാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നത് വന്നാൽ ഇന്ന പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അലേർട്ട്നെസ്സാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ കാര്യത്തിൽ വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ മ്യൂസിക്കിൻ്റെത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് ഇത്തരം കാര്യങ്ങൾ പലരും പറയാത്തതാണ്. പക്ഷെ ഞാനത് ഇപ്പം എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഓരോ വീഡിയോയും ഓരോ ഒരാളുടെയെങ്കിലും ലൈഫ് ടച്ച് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ ഇപ്പം നമ്മുടെ വാസ്തുഗ്രഹത്തിൽ 180ഓളം വീഡിയോ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഈ 180ഓളം വീഡിയോ കഴിയുമ്പോൾ എനിക്കുള്ള ചരിതാർത്ഥ്യം എന്ന് പറഞ്ഞത് പല ആളുകളുടെയും ജീവിതം ടച്ച് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് വരുന്ന കോളിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവരും വാസ്തു പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്നവരും എല്ലാം പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈഫിനെ അത് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ടച്ച് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സിന് ഗുണമുള്ളൂ. അല്ലാതെ ഞാൻ ചെന്ന് കുറച്ച് വാസ്തു തിയറി എല്ലാം നിങ്ങളോട് പറഞ്ഞ് ഇതാണ് കാര്യം, ഇങ്ങനെയാണ് മറ്റത്, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചർ ഇതാണ്, നമ്മുടെ ശാലാ സംവിധാനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് കണക്ക് നോക്കേണ്ടത് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് കുറേ കാര്യങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്ക് അവേ കാണണം, അല്ലേ? ആ ടേക്ക് അവേ ആണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തരുന്നത്. അപ്പോൾ ആലോചിച്ച് എപ്പോഴും മനസ്സിൽ കുറിക്കുക, വടക്ക് ഭാഗം സംഗീത സാന്ദ്രമാക്കൂ, നിങ്ങളുടെ ജീവിതം മനോഹരമാക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.